ജീവിതത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, എന്റെ പ്രശ്നങ്ങളിലേക്ക്, ആരോടും പറയാത്ത എന്റെ നൊമ്പരങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ, അങ്ങ് കടന്നു വരണമേ. കർത്താവായ ഈശോയെ, എന്നെയും എന്റെ സകലവിധ പ്രശ്നങ്ങളെയും അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ ഈ നിമിഷം സമർപ്പിക്കുന്നു. കർത്താവേ, ഈ ധ്യാനത്തിലൂടെ എന്റെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കാൻ, അവിടുത്തെ വചനങ്ങളെ ആഴമായി പഠിക്കുവാൻ, ആ വചനങ്ങളനുസരിച്ച് എന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നീ എന്നെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, കടന്നു വരണമേ. അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയും അഭിഷേകവും അനുഗ്രഹവും ഈ ധ്യാനത്തിനുടനീളം നിങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ എന്ന് അനുവദിനെ ആശംസിക്കുകയാണ് കേട്ടോ. പ്രത്യേകമായിട്ട് ദൈവനാമത്തിന്റെ എല്ലാവിധത്തിലുള്ള അഭിഷേകവും യേശുവിന്റെ കുരിശിന്റെ മഹത്വവും നിങ്ങളുടെ ജീവിതത്തിൽ നിറയുമാറാകട്ടെ. കുറച്ചുകൂടി ശബ്ദത്തില്, കുറച്ചുകൂടി ശബ്ദത്തില്, കുറച്ചുകൂടി ശബ്ദത്തില്. സൂപ്പറാണ് കേട്ടോ. സാധാരണ ഈ നമ്മളൊക്കെ പള്ളിയിൽ ചെന്ന ഹല്ലേലൂയ പറയിപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. നല്ല കാര്യം. ദൈവത്തിന് അനുഗ്രഹം കൃപയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ എന്ന് മാത്രം ആശംസിക്കാം. ഈ കൊച്ചു കാലൊന്നും നീട്ടില്ല, മീലൻ കൈയൊന്നും നീട്ടില്ല. രണ്ട് കൈകൾ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മമ്മി എന്ന് പറയാ. എന്ത് ചെയ്യും? മീലന്റെ അമ്മയുടെ എല്ലാവരും വിളിയായിരുന്നു. എടുക്കോ? എടുക്കില്ല. ചോദിക്കും, എന്താടാ നീ ചോദിക്കും. ആണോ? അങ്ങനെയാണോ ചോദിക്കുക? എന്താണോ ചോദിക്കും. എന്നിട്ടാണ് പിന്നെ എടുക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുള്ളൂ. കാര്യങ്ങൾ കേൾക്കുമ്പോൾ അറിയാം എടുക്കാനാണ്. കാര്യങ്ങൾ കെട്ടുമ്പോഴോ അല്ലെങ്കിൽ മമ്മീനെ വിളിക്കുമ്പോഴോ അറിയാം ചോദിക്കാനാണ്. നിങ്ങൾ ചിന്തിച്ചോക്കെ, കർത്താവ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കൈ വെക്കണം. മിലിന്റെ അമ്മയിരുന്നോ? മിലമ്പൊക്കോ കേട്ടോ. ഈ മില ശ്രദ്ധിച്ചു. മിലിനെ പിടിക്കും എല്ലാ ചോദ്യത്തിനും കേട്ടോ. അപ്പൊ രണ്ട് കാര്യങ്ങൾ പിടിക്കും. കർത്താവിനെ എടുക്കണം കേട്ടോ. എന്നെ പൊക്കി എടുക്കണം കർത്താവ്. നിങ്ങൾ ചിന്തിക്കണം, കർത്താവിന് ഇഷ്ടം പോലെ പണിയുണ്ട്. ഈ സമയത്ത് പല പണികളിൽ ധ്യാനം നടന്നുകൊണ്ടിരിക്കുക. ധ്യാനം നടക്കുന്നതിനിടയിൽ നിങ്ങളെ എടുക്കുന്ന കർത്താവ് കേട്ടോ ഏറ്റവും നന്നായിട്ട് എടുക്കണം. അപ്പൊ നിങ്ങൾ നന്നായിട്ട് വിളിക്കുന്ന കർത്താവിനെ കേട്ടോ. രണ്ട് കരകത്തിൽ കാലം കരങ്ങൾ ഉയർത്തുന്നത് നമ്മൾ എടുക്കാൻ വേണ്ടിട്ടാ. ഒരു കാര്യം വിചാരിച്ചു പറയാം. എന്തിനാ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കണേ? എന്തിനാ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കണേ? കർത്താവിന് പതുക്കെ പ്രാർത്ഥിച്ച പോരെ? 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 അതെ, അതെ. കർത്താവ് പൊട്ടനാണോ? നിങ്ങൾ പതുക്കെ പറഞ്ഞ് കേൾക്കില്ലേ? കേൾക്കും. പിന്നെ കർത്താവ് പൊട്ടനാണോ? പിന്നെ എന്തിനാ ശബ്ദം കെട്ടി പ്രാർത്ഥിക്കണേ? അധ്യായത്തില് ബർത്തമിയൂസ് എന്ന് പറയുന്ന അന്തയാചകനുണ്ട്. അന്തയാചകൻ അദ്ദേഹം വിശ്വസിക്കുന്നു. ബൈബിളിലെ കാര്യമില്ല, വേറെ കാര്യത്തില്ല. ബർത്തമിയൂസ് അന്തയാചകനുണ്ട്. അവനറിയുന്നു കർത്താവ് വഴി കൂടെ പറ ആ കർത്താവ് വഴി കൂടെ കടന്നു പോകുന്നുണ്ടെന്ന്. അവൻ എന്ത് ചെയ്തേ? അവൻ വിളിച്ചു. എങ്ങനെ പറഞ്ഞേ? ദാവീദിന്റെ പുത്ര രണ്ടു കരം കിട്ടി. എവിടെ കിട്ടി സാധനത്തെ? വന്നപ്പോ തൊട്ട് കൈവക്ക് കാര്യമൊക്കെ കൈവക്ക് കാര്യമൊക്കെ ഇത് മാത്രം പറഞ്ഞിരിക്കുന്നുള്ളൂ. ഒക്കെ ഞാൻ നിങ്ങളുടെ ഒരു പരിവാക്കുകയാണ് കേട്ടേക്ക്. കൈവക്ക് കർത്താവ് വഴി കൂടെ കടന്നുകൊണ്ട് കേട്ടോ. അവൻ വിളിച്ചു. എന്ത് വിളിച്ചു? ദാവീദിന്റെ പുത്ര. ഒന്ന് വിളിച്ചേ.
മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 30-31 തിരുവചനങ്ങളില് കൃത്യമായിട്ട്, 31 തിരുവചനമില്ല, 48-ാം തിരുവചനത്തില് കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കൂടുതലുള്ളവർ പറഞ്ഞു വിശുദ്ധരാകാൻ പറഞ്ഞു. പക്ഷെ അവൻ കേട്ടില്ല. അവനെന്തേത്? കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചുന്നവനെ, കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചുന്നവനെ. കേട്ടോ, കൈമുക്ക്. കൂടുതൽ ഉച്ചത്തിൽ, നേരത്തെ വിളിച്ചതിനേക്കാളും ഡബിൾ സ്ട്രോങ്. കേട്ടോ, പറ. ഇങ്ങനെ വിളിച്ച് ഈശോയ്ക്ക് നോട്ടോ. ഒന്നുകൂടി, ഒന്നുകൂടി, ഒന്നുകൂടി. ഏതാധികം? ആദ്യ പ്രാവശ്യം അവൻ വിളിച്ചപ്പോ കർത്താവ് നിന്നോ? കർത്താവ് നിന്നോ? ആൻസർ മീ. കർത്താവ് നിന്നോ? ഇല്ല. നിങ്ങൾ ചിന്തിക്കണം, അവൻ വിളിച്ചു, പക്ഷെ കർത്താവ് നിന്നില്ല. പക്ഷെ അവൻ പണ്ടത്തേതിനേക്കാളും കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചപ്പോഴാണ് ആരുന്നത്? കർത്താവ്. നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവില് നീ അപ്പൊ എങ്ങനെ പ്രാർത്ഥിക്കണം? ഉച്ചത്തിൽ പ്രാർത്ഥിക്കണം. നീ ഓർക്കണം, നിന്റെ ജീവിതത്തില് നിന്നെ രക്ഷിക്കാൻ കർത്താവ് മാത്രമേ ഉള്ളൂ. കേട്ടോ, ഈ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ നീ ചിന്തിക്കണം, കർത്താവ് മാത്രമേ ഉള്ളൂ നമ്മളെ രക്ഷിക്കാൻ. വേറെ ആർക്കും നമ്മളെ രക്ഷിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ പ്രശ്നങ്ങളുടെ നടുവില് നീ എങ്ങനെ വിളിക്കണം? ഉച്ചത്തിൽ വിളിക്കണം. കേട്ടോ, അതുകൊണ്ട് ഞാൻ ഉച്ചത്തിൽ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങള് നമ്മൾ കുറച്ചുകൂടി ഉച്ചത്തിലൊക്കെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചോക്ക്. ഒത്തിരി മാറ്റം സ്വർഗത്തിൽ പോകണം. എത്രാം ക്ലാസ് വരെ പഠിച്ചു? എന്റെ അറിവനുസരിച്ച് +2 വരെ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തൊക്കെയായാലും, അല്ലെ? +2 വരെ പഠിച്ചു. എവിടെ പോകാൻ? എവിടെ പോകാൻ? ഈ സൺഡേ കേരളീസ് നമ്മൾ പഠിക്കുന്നത് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാ. തന്റെ പിതാവിന്റെ തിരുമുഖം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 12 വർഷം പഠിച്ചു സ്വർഗത്തിൽ പോകാൻ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ എവിടെ പോകില്ലെന്ന് ഉറപ്പില്ല. എവിടെ പോകില്ലെന്ന്? സ്വർഗത്തിൽ പോകില്ല. ഇനി നോക്കിയേ, എല്ലാ വർഷവും വെച്ച് ഒരു ധ്യാനം വെച്ചിട്ട് കൂടുന്നുണ്ട്. ഒരു ധ്യാനമുള്ള ഒരു ധ്യാനം നിങ്ങളോടാണ് ചോദിച്ച. പള്ളിയിൽ 2 ധ്യാനമുണ്ടോ? 2 ഉണ്ടോ? എന്തെങ്കിലും അവിടെ 2 ധ്യാനം എല്ലാ വർഷവും വെച്ച് 2 ധ്യാനം വെച്ചെങ്കിലും കൂടുന്നുണ്ട്. ഇതുപോലെ ധ്യാനം കൂടിയിട്ട് പലതും CC അടഞ്ഞ് തീരാറായി ഇപ്പൊ തന്നെ. എന്നിട്ട് ഞാൻ ചോദിക്കുക, നിങ്ങൾ ഫോണിലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉറപ്പില്ല എവിടെ പോകുന്ന? സ്വർഗത്തിൽ പോകുന്നു. ഇനി അതൊന്നും പോരാണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണാവുന്ന അച്ഛന്മാരുടെ പ്രസംഗം മുഴുവൻ ഇരുന്ന് കേൾക്കുന്നുണ്ട്. എവിടെ പോകാനാ? സ്വർഗത്തിൽ പോകാൻ. എന്നിട്ടും പറയാം നിങ്ങൾക്ക് ഉറപ്പില്ല എവിടെ പോകുന്ന? സ്വർഗത്തിൽ പോകുന്നു. പച്ചമരടുത്ത് ചോദിച്ചോട്ടെ, നാണുണ്ടോ? നാണുണ്ടോ? ചെറിയേട്ടന്മാരെങ്കിലും ഇല്ലാതെനിക്ക് തോന്നുന്നു. കുറച്ചും കൂടി താഴ്ത്തി ചോദിച്ച ലേശം ഉടുപ്പ് ഇല്ല. കേട്ടോ, നമ്മുടെ ഒരു കുഴപ്പത. നമുക്ക് ഈ സാധനം എന്ന് പറയുന്നത് ഒരു ഇല്ല. കേട്ടോ, നമുക്കൊരു ജീവിതത്തിന് മാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഈ ധ്യാനങ്ങളൊക്കെ നമുക്കായിട്ട് തന്നെ. എന്തെങ്കിലും മാറ്റം ഉണ്ടാവട്ടോ? ചിന്തിക്കണം. കേട്ടോ, ചിന്തിക്കണം. എന്തുകൊണ്ടാണ് നിങ്ങൾ പറയണേ ഞാൻ പോകുന്ന എനിക്ക് ഉറപ്പില്ലെന്ന്? നമുക്ക് തന്നെ അറിയാം എന്തൊക്കെയോ കുഴപ്പങ്ങള് ആർക്കുണ്ട്. ഈ നമ്മുടെ കാര്യം വേണ്ട. ഞാനൊക്കെ നിൽപ്പെട്ട നിങ്ങളുടെ കാര്യം മാത്രം നിങ്ങൾ പറഞ്ഞാൽ ആർക്കുണ്ട്? എനിക്കുണ്ട്. മാറ്റാൻ റെഡിയാണോ? പോണവേ മാറ്റാൻ റെഡി. എന്തോരം ധ്യാനം കൂടി എന്നിട്ട് മാറ്റിയ ഓരോ ധ്യാനം കൂടി തീരുമാനം എടുക്കും. ഞാൻ മാറും, ഞാൻ നന്നാവും, ഞാൻ കുറച്ചുകൂടി ശരിയാവും. എവിടെ? ഒരാഴ്ച നിൽക്കോ? അതെന്നെ നിങ്ങൾ കേട്ടാ കൃത്യമായിട്ട് പറയുന്നത് എല്ലാവരും ഇല്ലാന്ന് പറയുന്നത്. നമുക്കൊരു മാറ്റം ഉണ്ടാവട്ടെ. എനിക്ക് അത്ര പറയാനുള്ളൂ. ചിലപ്പോ നിങ്ങൾ ഇത്രയും നാള് വെറുപ്പോടുകൂടെ കണ്ടൊരു മനുഷ്യനോട് വിളിച്ച് ഒന്ന് സംസാരിക്കുന്നതായിരിക്കും ചിലപ്പോൾ ഈ ധ്യാനത്തിലേക്ക് ചെയ്യാം. ചിലപ്പോ ഇത്രയും നാള് ക്ഷമിക്കാൻ പറ്റാത്തൊരു വ്യക്തിയോട് ക്ഷമിക്കുന്നതായിരിക്കാം ഈ ധ്യാനത്തിന് വിജയം. ഇത്രയും നാളും മിണ്ടാത്ത ചിലപ്പോൾ നിന്റെ ജീവിത പങ്കാളിയോട്, ചിലപ്പോൾ നിന്റെ അപ്പനോട്, അമ്മയോട്, നിന്റെ സഹോദരങ്ങളോട് സ്വത്ത് തർക്കം വെച്ചപ്പോ മിണ്ടാൻ പറ്റാതെ വഴക്കായി മാറിയ നിന്റെ ബന്ധങ്ങളോട് ചിലപ്പോൾ നീ ഒരു മിണ്ടുന്നതായിരിക്കാം ഈ ധ്യാനത്തിന് വിജയം. എനിക്ക് അതാ പറയാനുള്ളൂ. നിങ്ങൾ ഒത്തിരി വചനങ്ങൾ പഠിക്കുന്നില്ല. കർത്താവ് ചോദിക്കോ സ്വർഗത്തിൽ ചെല്ലുമ്പോ, എടി മേരിക്കുട്ടിയെ നീ എത്ര വചനം പഠിച്ചിട്ടെന്ന്
ചോദിക്കോ? ചോദിക്കോ? നിങ്ങൾ ബൈബിൾ കൈപിടിച്ചിട്ടുണ്ടെന്ന് ചോദിക്കോ? ഇല്ല. നീ കാറ് വാങ്ങിച്ചോന്ന് ചോദിക്കോ? ഇല്ല. ദൈവം ഒരിക്കലും ചോദിക്കണേ. ദൈവം ഒരിക്കലും നിങ്ങളോട് ചോദിക്കില്ല നീ കാറിലാണോ നടന്നേ, നിനക്ക് വീടുണ്ടായിരുന്നോ, നീ ഏത് ജോലിയാ ചെയ്തേ, ചോദിക്കോ? ഒരിക്കലും ചോദിക്കില്ല. കർത്താവ് ചോദിക്കാൻ പോണ ചോദ്യം അറിയോ? നീ നിന്റെ ജീവിത പങ്കാളിയെ സ്നേഹിച്ച, മക്കളെ നന്നായിട്ട് കൊണ്ടുനടന്ന, അവർക്ക് കൊടുക്കേണ്ട സ്നേഹവും ബഹുമാനമൊക്കെ കൊടുത്ത, കുറച്ചും കൂടിയൊക്കെ മനസ്സിലാക്കിയ, ക്ഷമിച്ച, പൊറുത്ത, വിട്ടുകൊടുത്ത, എളിമപ്പെട്ട, ഇതൊക്കെ കർത്താവ് ചോദിക്കാൻ പോണ ചോദ്യം. ഇതിന്റെ മുമ്പിലൊക്കെ നമ്മൾ വട്ടപ്പുകയും പോകും. അതുകൊണ്ട് എനിക്ക് ഈ ജ്ഞാനത്തിലൂടെ നിങ്ങളോട് പറയാനുള്ള കാര്യമോ, ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ഒരു തീരുമാനം എടുക്കാൻ പറ്റിയ ഈ ധ്യാനം വിജയമായി കേട്ടോ. മനുഷ്യനാ തന്നെ ധ്യാനിപ്പിക്കാനൊക്കെ നടക്കുന്നുണ്ട്. മിക്കവാറും ഒത്തിരി ഇങ്ങനെ ആവശ്യങ്ങൾ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് വിളിച്ചോണ്ടിരിക്കും. അച്ഛൻ പ്രാർത്ഥിക്കണം, അച്ഛൻ പ്രാർത്ഥിക്കണം. ചില നേരത്തേക്ക് നമുക്ക് വിഷമം വരും. ദൂരം പറഞ്ഞാലും മനുഷ്യന്മാരിങ്ങനെ സങ്കടം കൊണ്ട് വിളിച്ചോണ്ടിരിക്കുക. ചിലപ്പോൾ അവരുടെ സങ്കടം കൊണ്ടായിരിക്കും വിളിക്കുക. ഞാൻ എല്ലാവരും പറയുന്നത് ഉത്തരവുള്ളൂ, കർത്താവ് നോക്കിക്കോളൂ. നിങ്ങൾ കർത്താവ് വിശ്വസിക്കുക. എനിക്ക് തരണത് മാത്രമേ ഉള്ളൂ. എത്ര വലിയ പ്രശ്നമായിട്ട് വന്നാലും പറയാം ഒറ്റ ഉത്തരവുള്ളൂ, കർത്താവുണ്ട്, അവൻ നോക്കിക്കോളും. ജീവിതത്തിൽ എത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിലും സങ്കടമാണെങ്കിലും വേദനയാണെങ്കിലും അച്ഛന് തരാൻ ഒറ്റ നാമമുള്ളൂ, അത് യേശു എന്ന നാമം മാത്രം. അവൻ നോക്കിക്കോളും. നിങ്ങളെ എത്ര വലിയ ദുരിതമാണെങ്കിലും സങ്കടമാണെങ്കിലും കർത്താവ് നോക്കിക്കോളും എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു ധ്യാന പ്രസംഗം കഴിഞ്ഞിട്ട് എന്റെ പള്ളിയിലേക്ക് ഞാൻ കാർ ഓടിച്ചു പോവാ. അപ്പൊ ഞാൻ കാറിലേക്ക് കയറിയ സമയത്ത് എനിക്കൊരു കോള് വന്നു. ഞാനിപ്പോ രാത്രിയാണല്ലോ, 9:30 മണിക്ക് ധ്യാനം കഴിഞ്ഞ് കയറിയതാ. 9 മണിക്ക് കയറിയോ ഞാൻ വിചാരിച്ച കർത്താവെ ഈ കോള് വിളിച്ചോണ്ട് പോയാൽ ചിലപ്പോ ഉറക്കം വരിക. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇടുത്ത വഴി ഒരു പെൺകൊച്ച വിളിക്കണേ. ഇടുത്ത വഴിക്ക് അറിയാ അച്ഛാ ഞാൻ കോളിട്ടുണ്ടെങ്കിൽ ഹലോ എന്ന് പറഞ്ഞു. ഇടുത്ത വഴിക്ക് അറിയാ അച്ഛാ ഞാൻ മരിക്കാൻ പോവാ. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു വെച്ച നീ ഇപ്പൊ തന്നെ ചാവണ്ട, പിന്നീട് എപ്പോഴെങ്കിലും ചത്തോ, എനിക്ക് പ്രശ്നമില്ല. അപ്പൊ അവള് പറയാ ഇല്ല അച്ഛാ ഞാനിപ്പോ ചാവും. ഞാൻ പറഞ്ഞു പിന്നെ നീ എന്നെ വിളിച്ചേ, എനിക്ക് അവസാനമായിട്ട് അച്ഛനോട് മിണ്ടണം. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു വെച്ച നീ ഇപ്പൊ തന്നെ ചാവത്ത പ്രശ്നമാണ്, അതുകൊണ്ട് മോളെ എന്തെങ്കിലും ചെയ്യും, നീ എന്തിനൊക്കെ വിളിച്ചേ, അച്ഛൻ എനിക്ക് സംസാരിക്കണം. ഞാൻ പറഞ്ഞു പൊന്നു മോളെ അച്ഛൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക, അതുകൊണ്ട് അച്ഛന് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. അവളെ അച്ഛാ അച്ഛനും കൂടി എന്നെ കേട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ മിണ്ടില്ല കേട്ടോ, എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, ഞാൻ മരിക്കും. ഞാൻ പറഞ്ഞു പൊന്നു മോളെ അച്ഛൻ വണ്ടി ഓടിക്കുക, അച്ഛന് വണ്ടി ഓടിച്ച് ശ്രദ്ധിച്ചു പോകണം, അച്ഛനൊന്ന് കേട്ടാണ് അറിയുന്നേ. ഞാൻ പറഞ്ഞ പറയും, ഞാനൊന്നും പറയത്തില്ല, നീ പറ. അവിടെ അച്ഛ മടുത്ത അച്ഛൻ ജീവിതം. ഞാൻ ചോദിച്ചു എനിക്ക് എന്തിനാ മരിക്കണമെന്നൊക്കെ പറഞ്ഞേ. അവിടെ പറയാ അച്ഛ ഞാൻ 8 വർഷം സ്നേഹിച്ച ആള് ഇപ്പൊ എന്നെ വേണ്ടെന്ന് പറയാ. ഞാൻ പറഞ്ഞു പോട്ടടി മോളെ പോട്ടെ, അത് പോട്ടെ, വിഷമിക്കണ്ട, ദൈവം കാത്തോളും, നീ വിഷമിക്കാതിരിക്കും. അവിടെ ഇല്ലച്ചോ അവനില്ലാണ്ട് എനിക്ക് പറ്റില്ല, അവനില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കാല്ലേ, ഞാൻ അപ്പോഴും പറയാ പോട്ടടി മോളെ പോട്ടെ, നീ പ്രാർത്ഥിക്ക്, നീ ദൈവം തരും. അപ്പൊ അവള് പറയില്ലച്ചോ ഇല്ല, ഞാൻ എന്തോരം പ്രാർത്ഥിക്കണച്ചാ, എന്നിട്ട് എന്ത് എനിക്ക് അവനെ തരാത്ത, എന്തിനാച്ചാ അവനെന്റെ ജീവിതത്തിന് എടുത്തു മാറ്റിയ. ഞാൻ പറഞ്ഞു പോട്ടടി മോളെ പോട്ടെ, ദൈവം നോക്കിക്കോളൂ, നീ പ്രാർത്ഥിക്കും, ദൈവം നിനക്ക് വേണ്ടത് തരും, നീ വിഷമിക്കുന്നുണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കണി. 9:30 മണി തൊട്ട് 11:30 മണി വരെ എന്റെ പള്ളി ചില 2 മണിക്കൂർ ഈ സാധനത്തിന്റെ അടുത്ത് ഞാൻ ഇതാ പറഞ്ഞോണ്ടിരിക്കണേ, പോട്ടടി മോളെ പോട്ടെ, ദൈവം ഉണ്ടടി, നീ വിഷമിക്കണ്ടടി, നീ പ്രാർത്ഥിക്കടി, ദൈവം നിനക്ക് വേണ്ടത് തരുമെന്ന്. 11:30 മണിക്ക് എന്റെ പള്ളി ചെന്നപ്പോ ഞാൻ ചോദിച്ചു എന്റെ പൊന്നു വെച്ച എന്റെ പള്ളി ചെന്നു, ഫോൺ വെക്കട്ടെ അച്ഛാ, എനിക്ക് സങ്കടമാണ് അച്ഛാ. ഞാൻ പറഞ്ഞ പൊന്നു മോളെ എനിക്ക് നാളെ കുർബാനയുണ്ട്, ഫോൺ വെക്കി. 11:30 ഞാൻ എനിക്ക് ഉറങ്ങണം. ഞാൻ ചോദിച്ചു അവസാനമായിട്ട് ചോദിച്ചു നിന്റെ തീരുമാനം തൊട്ടാ, ഞാൻ ചാവാൻ പോവാ. ഞാൻ പറഞ്ഞു നീ ഫോൺ വെച്ച് പോയി ചത്തോ. അവള് ഫോൺ വെച്ചു, അപ്പൊ തന്നെ ഫോൺ വെച്ച് പിറ്റേ ദിവസം ഞാൻ കേൾക്കുന്ന വാർത്ത എന്താണെന്നറിയോ, അവള് സൂയിസൈഡ് ചെയ്തു. നിങ്ങൾ ചിന്തിക്കുന്നത് 2 മണിക്കൂർ ഞാൻ പറഞ്ഞു കൊടുത്തതാ മക്കളെ ദൈവമുണ്ടെന്ന്. തലങ്കരയ്യ ചിലരോട് എന്തോരം പറഞ്ഞാലും കേറില്ല. എനിക്കറിയാൻ മനുഷ്യരെ ഇങ്ങനെയായി പോണേന്ന്. ഒരു വിഷമം വരുമ്പോഴേക്ക് സൂയിസൈഡ് ചെയ്യുക, അങ്ങനെ ജീവിതം അവസാനിപ്പിക്കുക. ഒരു കടബാധ്യത വരുമ്പോഴേക്കും തീർന്നു ചിന്തിക്കുക, മടുത്തു, ഇനി വേണ്ട, മതി. എന്തോരം സൂയിസൈഡ് കേസുകളാണെന്നറിയോ. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം മുഴുവൻ വന്നേക്കാം മടുത്തു എന്ന് പറഞ്ഞോണ്ട്. ഞാനൊന്ന് രാവിലെ കേൾക്കുന്ന വാർത്തയാ, ഈ പെൺകൊച്ച് സൂയിസൈഡ് ചെയ്തു.
രാവിലെ തന്നെ എനിക്കൊരു കോള് വരാം. അങ്ങനെ ഞാൻ അറിയണേ ഒരു പഴയ വീട്ടിൽ നിന്ന് താമസിക്കണേ. ഇതിന് അമ്മ മാത്രമേ ഉള്ളൂ, ഈ അമ്മയും ഈ മോള് മാത്രമേ ഉള്ളൂ. ഒരു പഴയ വീടാ. ഈ പഴയ വീട്ടില് ഇവിടെ അതിരാവിലെ ഒരു മേശയിലൊക്കെ കയറിയത് ഫാനിലൊരു കുടുക്കിട്ട് അങ്ങോട്ട് തൂങ്ങി. ഈ മേശ ഈ പടച്ചിലിനിടയില് തള്ളി മാറ്റിയപ്പോ മേശ മറിഞ്ഞു വീണു. മറിഞ്ഞു വീണപ്പോ ഈ അമ്മ ഓടി വന്ന് ഒച്ച കേട്ടിട്ട് നോക്കി കഴിഞ്ഞപ്പോ പണ്ടത്തെ വീടായതുകൊണ്ട് പണ്ടത്തെ വീടിന്റെ മുകളിൽ ആർച്ചുണ്ടാവും. ഈ പഴയ ചെറിയൊരു ആർച്ചുണ്ടാവും ഈ വാതിലിന്റെ മുകളിൽ. അമ്മ നോക്കിയപ്പോ സ്വന്തം കൊച്ചിങ്ങനെ തൂങ്ങി കിടക്കാം. അമ്മ വാതിൽ ചവിട്ടി തുറന്ന് ഓടി ചെന്ന് കൊച്ചിനെ കാലത്തിലിങ്ങനെ പിടിച്ച് പൊക്കി നിർത്തി. ഉള്ള ശ്വാസം ഇങ്ങനെ പൊക്കി നിർത്തി. അമ്മ എന്തോരം പൊക്കാൻ നോക്കിയിട്ട് കൊച്ചിനെ പൊക്കിയെടുക്കാൻ പറ്റില്ല. അവസാനം അമ്മ ഈ അയൽവക്കക്കാരെ നാട്ടുകാരെ വീട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടി എല്ലാവരും കൂടി വന്ന് കൊച്ചിനെ പൊക്കിയെടുത്തോണ്ട് ആശുപത്രിയിൽ പോയി. ആശുപത്രി ചെന്ന് നിങ്ങൾക്കറിയാം ആത്മഹത്യ ശ്രമം എന്തെടുക്കും? പോലീസ് കേസെടുക്കും. പോലീസ് കേസെടുക്കുമ്പോ ഏറ്റവും ആദ്യം പരിശോധിക്കാൻ പോകണം എന്തായിരിക്കും? ഈ കൊച്ചിന്റെ ഫോൺ. ഈ പെൺകൊച്ചിനെ ഏറ്റവും അവസാനം വിളിച്ചതാരാ? ഞാൻ. നിങ്ങളെന്ത് കിളിക്കണം? ഞാനൊന്നും ഉറങ്ങിയിട്ടില്ല, നിങ്ങൾക്ക് കിളി. ഞാനത് എന്തോരം പ്രാർത്ഥിച്ചെന്നറിയോ? ആ മനുഷ്യനെ രാവിലെ വിളിക്കണേ. അതിരാവിലെ എനിക്ക് കോള് വരുന്നതാ. കോള് വരുന്നറിയോ? ട്രൂ കോളർ ഇട്ടൊക്കെ കൃത്യമായിട്ട് അറിയാം ആരെ വിളിക്കണേന്ന്. ഒരു പോലീസുകാരനാ. വളരെ മാന്യമായിട്ടാണ് ഈ പോലീസുകാരൻ എന്നോട് സംസാരിച്ചേ. ആദ്യം എന്നോട് ചോദിച്ചോ ആരാ നീ? ഞാൻ പറഞ്ഞു ജീവച്ചൻ. ഏത് ജീവച്ചൻ? ഞാൻ പറഞ്ഞു ഈ പ്രസംഗിക്കാനും ഞാനൊക്കെ പോണം ജീവച്ചൻ. അച്ഛനൊന്നും ഈ രാത്രി പെൺകുട്ടിയായിട്ട് സല്ലാപം. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു സാറേ ചാവണമെന്ന് പറഞ്ഞു വിളിച്ചതാ, എനിക്കറിയാൻ പാടില്ല. അച്ഛനെ പെൺകൊച്ചിനെ അറിയാൻ പാടില്ലേ? ഞാൻ പറഞ്ഞു സാറ് എനിക്ക് അറിയാൻ പാടില്ല. ആ സാറ് വേണ്ടി പരിശോധിച്ചോ? എനിക്ക് അറിയാൻ പാടില്ല. 2 മണിക്കൂർ കൊണ്ടാ അച്ഛനെ പെൺകുട്ടിയോട് സംസാരിച്ചു. ഉച്ചത്തി പാടല്ലേട്ടോ. ഓക്കെ, ഒന്ന് പാടിയേ. കണ്ണുനീർ നിന്നോട് ഞാനുണ്ടാ. ഈ ലോകത്ത് ആരാണ് നമ്മൾ പറയാ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളുടെ ജീവിത പങ്കാളി കൂടെ ഉണ്ടാവും എപ്പോഴും? മക്കളുണ്ടാവോ? അത് വേണ്ടി ചോദിക്കാം. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. എനിക്ക് പ്രായമാകുമ്പോ എന്റെ മക്കള് എന്നെ നോക്കുമെന്ന് ഉറപ്പുള്ള മാതാപിതാക്കന്മാര് ഒന്ന് കൈവക്കി. കൈവക്ക്. എനിക്ക് മനസ്സിലായില്ല. ബാക്കിയുള്ളവർക്കൊന്നും പിള്ളേരില്ലേ? എന്നൊന്നുകൂടി പറയാം. എനിക്ക് പ്രായമാകുമ്പോ എന്റെ മക്കളെ എന്നെ നോക്കുമെന്ന് ഉറപ്പുള്ള മാതാപിതാക്കന്മാര് കൈവക്കാൻ. അവിടെ ഇരിക്കുന്ന ഒരു കൊച്ചമ്മയോട് പറയണം അമ്മ പൊക്കിക്കോ, ഞാൻ നോക്കിക്കോളാം. അമ്മയ്ക്ക് അത്രയും വിശ്വാസം ഇല്ലെങ്കിൽ പൊക്കിക്കോ കൈവക്കെ. 2 4 കൈവക്കാൻ 2 4 6 8 അവിടെ ഉണ്ടോ? കപ്പേന്റെ കിടക്കുന്നുണ്ട്. 2 4 6 8 10 12 14 ഒരു 20 പേരുണ്ട്. പുറത്തുള്ളവരെ എടുത്തിട്ടില്ല കേട്ടോ. ഓ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുക എന്തെങ്കിലും കേട്ടോ. ഇവിടെ ചിന്തിച്ചോക്കെ ബാക്കിയുള്ളവർക്കൊന്നും പിള്ളേരില്ലേ? ഉണ്ട്, പക്ഷേ ഉറപ്പില്ല. എന്ത് നോക്കൂന്ന് നിങ്ങൾ ജീവിതത്തിൽ ചിന്തിച്ചോക്കെ. ജീവിത പങ്കാളി കയ്യിൽ നോക്കണ്ട. എന്റെ കൂടെ ഉണ്ടാവുന്ന എന്തുറപ്പ്? എന്റെ സുഹൃത്തുക്കള് എന്തുറപ്പ്? എന്റെ മക്കൾ, എന്റെ സഹോദരങ്ങള് എന്തുറപ്പ്? ഒരു പ്രശ്നം വന്നപ്പോഴേക്കും ഉണ്ടായ, ഒരു സങ്കടം വന്നപ്പോഴേക്കും ആരെങ്കിലും ചോദിച്ചാ നീ എന്തിനെ കരയണേന്ന്?
നിന്റെ കുടുംബത്തിന് വേണ്ടി ചിലപ്പോ നീ തളർന്ന് അവശതയായി കരഞ്ഞ് നിലച്ചു നിൽക്കുന്ന ഒരു പദ്ധതിയില് ഒരു നിമിഷത്തില് ചിലപ്പോ നിന്റെ ജീവിത പങ്കാളികൾ നിന്നോട് ചോദിക്കും, നീ എന്തിനു മാത്രം കരയണേ? നീ എന്ത് ചെയ്തിട്ട് എന്തിനതുപോലെ കണ്ണീരൊടുക്കണേ? പൂങ്കണ്ണീര് ചോദിക്കും. നീ നിന്റെ കുടുംബത്തിന് വേണ്ടി മുന്നിൽ തീരുമ്പോഴും അവരുടെ കണ്ണീര് നിന്റെ കണ്ണീരൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ നിന്നോട് ഒറ്റ കാര്യം പറഞ്ഞു, മക്കളെ, ദൈവം ഉണ്ടാവുള്ളൂ. അതേ പറഞ്ഞേ, കണ്ണുനീർ താഴ്വരയിൽ ഞാൻ ഏറ്റവും അറിഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവരെ കാര്യം നടത്തി തരും. ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും ഓർക്കണം, കാര്യം നടത്തി തരുന്നത് തമ്മിലുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഇത്രയും ദൂരെ ക്ഷീണിച്ച് ഭക്ഷണം കഴിക്കാണ്ട് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഒന്ന് നന്നായിട്ട് കരങ്ങളടിച്ച് സ്തുതിച്ച് നമുക്കൊന്ന് കരഘോഷങ്ങളോടെ നമുക്കൊന്ന് പാടി ആരാധിക്കാം കേട്ടോ. ഈശ്വരസന്നിധിയിൽ നമ്മുടെ എല്ലാ വേദനകളും സങ്കടങ്ങളും നമുക്ക് ഏൽപ്പിക്കാം. ഒരു 10-15 മിനിറ്റ് നമ്മൾ ഉള്ളൂ നമ്മുടെ സന്നിധിയിൽ. നമുക്ക് മുട്ടുകുത്തിക്കാൻ നമ്മുടെ മുമ്പിൽ ഒത്തിരി വേദനകളും സങ്കടങ്ങളൊക്കെ ഉള്ളവരാണ് നമ്മൾ. ഈ ദിവികാരനാഥന്റെ മുമ്പിലേക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഇറക്കി വയ്ക്കാം. ഒത്തിരി വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നിരിക്കാം. ഈ ദിവികാരനാഥനെ നമുക്ക് നോക്കാം. എൻ്റെ കർത്താവിൻ്റെ മുമ്പിലായിരിക്കുന്ന നിമിഷയില്ല. എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും എത്ര വലിയ സങ്കടം ഉണ്ടെങ്കിലും ചിന്തിക്കണം, എൻ്റെ ദൈവം ഉണ്ട് എൻ്റെ കൂടെ. ഞാൻ പലപ്പോഴും പലരും പറയുന്നത് ഡയലോഗ് കേട്ടിട്ടുണ്ട്, എനിക്ക് എല്ലാവരും ഉണ്ടെന്ന്. എനിക്ക് എല്ലാവരും ഉണ്ട്, എന്നെ സ്നേഹിക്കാൻ എല്ലാവരും ഉണ്ടെന്ന് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ ചേർത്ത് പിടിക്കാൻ എല്ലാവരും ഉണ്ടെന്ന് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ മനസ്സിലാക്കാൻ, എന്നെ കൊണ്ടു നടക്കാൻ എല്ലാവരും ഉണ്ടെന്ന് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ വികാരണത്തിന് മുമ്പിൽ ഇരുന്നിട്ട് അച്ഛനൊരു ചോദ്യം നിങ്ങളുടെ എല്ലാവരോടും ചോദിച്ചോട്ടെ. മനസ്സിൽ മാത്രം നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. എല്ലാവരും ഉണ്ടെന്ന് പറയണം നമ്മുടെ ജീവിതത്തിൽ. ശരിക്കും ആരാ ഉള്ളത്?